ഇന്ത്യൻ രൂപയുമായുള്ള ബ്രിട്ടീഷ് പൗണ്ടിന്റെ വിനിമയ നിരക്കിൽ വൻ വർധന. ഒരു UK പൗണ്ടിന് 111 രൂപ വരെ UKയിലെ പണമിടപാട് സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. അവസരം ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനുള്ള തിരക്കിലാണ് പ്രവാസികൾ. പൗണ്ടിന്റെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായതിന്റെ സന്തോഷത്തിലാണ് UKയിലെ പ്രവാസി മലയാളികൾ. 110 രൂപയ്ക്ക് മുകളിലാണ് ഒരു പൗണ്ടിന് ലഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് റെക്കോർഡ് നേട്ടമാണ്. വിദ്യാർത്ഥി വിസയിൽ UKയിലെത്തി ജോലി ചെയ്യുന്നവർക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധനവ് ഗുണം ചെയ്യും. നമ്മുടെ പൗണ്ടിന്റെ മൂല്യം കൂടിയ സ്ഥിതിക്ക് നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കുന്നവർക്ക് ഭയങ്കര ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ 4 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നല്ലൊരു തുക എനിക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റും, ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ ഒക്കെ വന്നേക്കുന്നവർ, നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് വന്നേക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഗുണം ചെയ്യും. കാരണം നാട്ടിലോട്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള ക്യാഷ് അയക്കാം, ഇവിടെ കുറച്ച് പൈസ സേവിംഗ് ഉണ്ടാവും. UKയിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിലവിലെ മൂല്യം തിരിച്ചടിയാണ്. കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണിത്. കാരണം ഇവിടെ വീട് മേടിക്കാനായിട്ട് വരുന്നവർ നാട്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെടും. 2023 മാർച്ചിൽ രൂപയുമായുള്ള വിനിമയം 97ലേക്ക് കുറഞ്ഞ പൗണ്ട് അതേ വർഷം ഏപ്രിലിലാണ് വീണ്ടും 100 കടന്നത്. ഇപ്പോൾ ഏറ്റവും മികച്ച മൂല്യമായ 110.78 എത്തി നിൽക്കുന്നു. നാട്ടിലേക്ക് പണം അയക്കുവാനും UK പ്രവാസികൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ 111 രൂപയ്ക്ക് മുകളിൽ ഒരു പൗണ്ടിന് നൽകുന്നുണ്ട്. കുടുംബമായി UKയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ്. ഇവർക്ക് UK പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ ഇടയില്ല. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പൗണ്ടിന്റെ മൂല്യം എത്ര നാൾ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്പാദ്യം കൈവരിക്കുന്നതിനായി UKയിലെ മലയാളികൾ പണം അയക്കുന്നതിനുള്ള തിരക്കിലാണ്. UKയിൽ നിന്നും നിസാർ അലിയാർ, മീഡിയ 1.